വിജയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ ബ്ലോഗറിനെ വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ബ്ലോഗ് വിജയിക്കട്ടെ. അക്കൗണ്ടിന്റെ പേരെന്തോന്ന്? നമ്മുടെ ഈ ഏരിയയിലുള്ള ആദ്യമായിട്ടുള്ള യൂട്യൂബ് ബ്ലോഗാണ്. കൂട്ടുകാരെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് KCMന്റെ കലോത്സവത്തിന് പോകാനുള്ള തിരക്കിലാണ്. എല്ലാരും ബാക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കലോത്സവത്തിന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ഇവിടെ കുറച്ച് പേരെല്ലാം ഇവിടെ നിൽക്കുകയാണ്. ബ്ലോഗ് വിജയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ ബ്ലോഗറിനെ ചേച്ചി ബ്ലോഗറിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ബ്ലോഗ് വിജയിക്കട്ടെ. അവന്റെ പേരെന്താ? അവന്റെ അക്കൗണ്ടിന്റെ പേരെന്തോന്ന്? ഇവിടെ എല്ലാ ചേച്ചിമാരും ഇരിക്കുകയാണ്. അവർ ഞാൻ വീഡിയോ ഒരുങ്ങട്ടെന്ന് പറഞ്ഞ എല്ലാവരും അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മളെ ഈ ഏരിയയിലുള്ള ആദ്യമായിട്ടുള്ള യൂട്യൂബ് ബ്ലോഗാണ്. അച്ചു ചേച്ചിയുടെ കഴിഞ്ഞു കഴിഞ്ഞ അച്ചേച്ചിയുടെ കാര്യം പറഞ്ഞേ. വളരെ വളരെ മികച്ച ഒരു ബ്ലോഗായിട്ട് മാറട്ടെ. ഇവലേക്ക് വളരെ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളാണ്. നല്ല നല്ല പയ്യനാണ്. ഉടായിപ്പ് നമ്മളങ്ങനെ റോയ്ച്ചന്റെ കാറിൽ കയറിയാണ് പോണത്. നമ്മൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ SP സീരിയൻ NC സീരിയൻ വൃത്തിയാക്കലൊക്കെ നടക്കുകയാണ് ഇവിടെ. അത് ഇന്ന് നമ്മൾ നേരെ കൊടി ഉയർത്താനെടുത്തെത്തി. കൊടി കെട്ടായി. നമ്മളങ്ങനെ കൊടി ഉയർത്തനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കൊടിയൊക്കെ ഉയർത്തി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇനി എന്തായാലും അകത്തോട്ട് കയറി എല്ലാ സെറ്റാണ്. നമ്മളെ കൊടി KCMന്റെ കൊടി പറന്നിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ പണി നടക്കുന്നത്. പക്ഷെ ഭയങ്കര ശബ്ദമാണ്. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഹോളിലോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി നടന്നു പോകുന്നു ഹോളിലോട്ട്. നമ്മളെ ചെറുക്കന്മാരെല്ലാം ഉണ്ട് താഴെ. NC സീരിയൻ SP സീരിയൻ പണിയൊക്കെ അടക്കുന്നത്. സ്റ്റേജൊക്കെ പണി ചെയ്ത് തിങ്കളാഴ്ചയാണ് ഉദ്ഘാടനം എന്നാണ് പറയണത്. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം പണിയൊക്കെ നടക്കുന്നത്. ശരി പേരെല്ലാം എങ്ങോട്ട് പോണെന്നാണ്? എങ്ങോട്ട് പോണം നമ്മള്? എങ്ങോട്ട് പോണേ? ഇവിടെ എന്തോ പിന്നെയും പരിപാടിയാണ്. മുകളിലെത്തിയിട്ടുണ്ട്. പരിപാടി അടക്കിയാണ് ഇവിടെ. ലിൻഡോയും കൂടി നേരെ ഭയങ്കര ക്ലാഷ് ഓഫ് ക്ലൈൻസ്. അതിനുശേഷം അതിന്റെ മുകളിലത്തെ സ്റ്റേജിൽ പോയി പരിപാടിയാണ്. ഇതെന്തൊരു സംഭവമാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ നടക്കണം. എന്തൊക്കെ പരിപാടിയാണ്. എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. മീനാക്ഷിയിലെ സുനിലിന്റെ എസ്തറ്റിക്കായി നമ്മളതിന്റെ മുകളിലത്തെ വ്യൂ ആണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ താഴെ വന്ന പച്ച ചേച്ചി ആദർശൊക്കെ നിൽക്കുന്നത്. അവരെ പ്രോഗ്രാം ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ KCMന്റെ തീം സോങ് ആണ് നിങ്ങൾ ഇതാക്കാൻ. നല്ല കാറ്റടി ഇവിടെയാ? അയ്യോ ഇവിടെ ഇപ്പൊ ഭയങ്കര കാറ്റാണ്. നമ്മളെ പള്ളിയിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അടുത്ത് വേറെ ഏതോ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം. നമ്മളെ ചെറുക്കന്മാരെല്ലാം ഇവിടെ കാണാൻ പോകുന്നത്. എല്ലാ പരിപാടി 8 മണിക്ക് ഇറങ്ങിയത് 12:05 പരിപാടിയായിട്ട് വെച്ച് ചെയ്യണം. ഞാൻ ഇവിടെ ചാരിയിരിക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഞാനും ആദർശം അച്ഛയും കൂടി നമ്മൾ നേരെ ഒരു സോഡ കുടിക്കാന്ന് പറഞ്ഞ സോഡ കടയിലോട്ട് പോയാണ്. അവിടെ നിന്ന് ഗ്രീൻ ആപ്പിളിന്റെ സോഡയും പിന്നെ 3 ബിങ്കോയും. ആദർശിന് ബിങ്കോ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 3 ബിങ്കോയൊക്കെ എടുത്ത് സെറ്റാക്കി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് അക്ഷയ് നേരെ മുട്ടായി വാങ്ങി നമ്മളിതാ പിന്നെ പോവുകയാണ്. സോഡയും കുടിച്ചിട്ട് നേരെ ചോറ് കഴിക്കും. ചോറ് കഴിച്ചിട്ട് നേരെ നമ്മളെ മൈമിനുള്ള മേക്കപ്പ് എലിൻ്റെ ഫസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ചെയ്തായിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇതിൽ വേറെയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യും. പിന്നെ എല്ലാവരും ഇവിടെ മേക്കപ്പ് ചെയ്തവരെല്ലാം ഉണങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത്. ആവശ്യം ചേർന്നാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു സൈഡിൽ ജോബിനും വരച്ചു കൊടുത്തോണ്ടിരിക്കും. നമ്മൾ പിന്നെ എല്ലാം കൂടി നമ്മൾ എല്ലാവരും വരച്ചുകൊണ്ടിരിക്കുന്നതും കണ്ട് പിന്നെ അടുത്തിന് കണ്ണിൽ വേറെയും കൂടി ഉണ്ട്. വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞ് പരിചയമുള്ള ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സംഭവം. ഇതാണ് പരിചയപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എൻ്റെ മൈമിൻ്റെ വീഡിയോ കാണിച്ചു തരാത്തതെന്ന് പറഞ്ഞാൽ അത് വീഡിയോ എടുത്തത് കിട്ടിയില്ല എനിക്ക്. അതെവിടെയെന്ന് അറിഞ്ഞൂടാ. ആരും അയച്ചു തന്നില്ല.
നമ്മളങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. സമയം വന്നിട്ട് ഇപ്പൊ 6:09. 6:09 നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നയുള്ള പ്രോഗ്രാം ഒന്നും കഴിഞ്ഞില്ല. നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ചെറുക്കന്മാരായിട്ട് നടന്നു പോവുകയാണ്. റോഡിലോട്ട് ചായക്കട നോക്കി പോവുകയാണ്. ചായ കുടിച്ച് വന്നപ്പോൾ ഇവിടെ പരിപാടി പരിപാടിയെല്ലാം കഴിഞ്ഞ് 8 മണിയായപ്പോ നമ്മളെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പള്ളി രാത്രിയുള്ള വ്യൂ. ശരി, അപ്പൊ ബൈ. വന്നിട്ട് അപ്പുറത്തോട്ട് പോകണം ചായ കുടിക്കാൻ. നമ്മളെ ചായ കുടിക്കാതാണ് കട. ചായ വാങ്ങാൻ പോയത്. നേരെ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.